ഒരു പണിയുമില്ലെങ്കിൽ പോയി പള്ളിയിലച്ഛനാവട എന്ന് കഥ എഴുതി വൈദികരെ കളിയാക്കി അവസാനം വൈദികനാവുകയും അതിലുപരി മലയാളം അധ്യാപകനാവുകയും ചെയ്ത വ്യക്തിയാണ് സഖാവ് മാത്യൂസ് വാഴക്കുന്നമച്ചൻ. അച്ഛനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട, നമുക്കെല്ലാം സുപരിചിതനാണ്. അച്ഛൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, അതിലച്ഛൻ അഭിമാനം കൊള്ളുന്നു. അച്ഛനെ റവറൻ ഫാദർ മാത്യൂസ് വാഴക്കുന്നൻ എന്ന് വിളിക്കുന്നതിലും ഇഷ്ടം സഖാവ് വാഴക്കുന്നൻ എന്ന് വിളിക്കുന്നതാണെന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ തന്നെ വിളിക്കാം അല്ലേ? ഇതിപ്പോൾ പറയാൻ കാരണം കേരള സർക്കാർ മലയാളം മിഷൻ്റെ ഒരു പ്രഭാഷണ പരമ്പരയിൽ അച്ഛൻ്റെ പങ്കാളിത്തമാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാളം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട അറിയണം എന്ന പ്രഭാഷണ പരമ്പരയിലാണ് സഖാവ് വാഴക്കുന്നൻ്റെ പ്രഭാഷണമുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, നീ എങ്ങനെ നോക്കുന്നു അങ്ങനെയാണ് നിൻ്റെ കാഴ്ചയെന്ന്. സർക്കാരിൻ്റെ പരിപാടിയിലൊക്കെ ഇതുപോലെ വെള്ളക്കുപ്പായമിട്ട് പോയിരുന്ന് വലിയ ഗീർവാണം അടിക്കുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ സഖാവേ. കുറ്റം പറയുവാണെന്ന് തോന്നരുത്. എനിക്കങ്ങയോട് വലിയ ബഹുമാനമാണ്, ഒരു വൈദികനായതുകൊണ്ട്. അങ്ങയോട് മാത്രമല്ല, എല്ലാ വൈദികരോടും വൈദിക സമൂഹത്തോടും ബഹുമാനം തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, കുറേ മാസങ്ങൾക്ക് മുൻപ് അങ്ങയുടെ ഭദ്രാസന മെത്രാപ്പോലിത്തയെ മലയാള ഭാഷയിലെ ചില ഡാഷ് പ്രയോഗങ്ങളിലൂടെ സംബോധന നടത്തിയതിൻ്റെ പേരിൽ സഭ അങ്ങയെ നടപടിക്ക് വിധേയനാക്കിയില്ലേ? ഇല്ലേ സഖാവേ? താങ്കൾ മലയാളം അരച്ചു കലക്കി കുടിച്ച, മലയാളത്തിലെ 56 അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന അധ്യാപകൻ കൂടിയാണല്ലോ. ഒരു വിദ്യാർത്ഥിയെ അവന് അറിവ് പകരാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി, കൂടാതെ ഒരു വൈദികനും. മലയാളിയുടെ ഒരു വിശ്വാസമനുസരിച്ച് കാണപ്പെട്ട ദൈവങ്ങളാണ് മാതാവും പിതാവും. ആ ഗണത്തിലാണ് ഗുരുനാഥൻ, അതായത് മാതാ പിതാ ഗുരു ദൈവം. അങ്ങനെയല്ലേ നന്മയുടെ വെളിച്ചം പകർന്നു നൽകേണ്ടയാൾ, ദൈവത്തെക്കുറിച്ച് കൂടുതലായി അറിയുന്ന വൈദികൻ. ആ വൈദികൻ കൂടിയായ താങ്കൾ ലോകത്തിൻ്റെ നന്മകളും തിന്മകളും ഒക്കെ ഞായറാഴ്ച പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യേ പ്രസംഗിക്കുന്ന പതിവില്ലേ? നമ്മുടെ വിദ്യാലയങ്ങൾക്ക് പൊതുവെ പറയുന്ന പള്ളിക്കുടം, അത് പള്ളിയോട് ചേർന്നിരിക്കുന്ന വിദ്യ പകർന്നു നൽകുന്ന ഇടം ആയതുകൊണ്ടല്ലേ നമ്മുടെ പള്ളിക്കുടങ്ങളിലേക്ക് ഇതര മതസ്ഥർ അവരുടെ കുട്ടികളെ വിദ്യ അഭ്യസിക്കാൻ വിടുമ്പോൾ ലോകത്ത് നന്മയെക്കുറിച്ച് മാത്രം പ്രസംഗിച്ചിട്ടുള്ള, സ്നേഹം മാത്രം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാർ നടത്തുന്ന ഇടത്ത് ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ യേശുക്രിസ്തുവിനെ പോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവൻ്റെ അധ്യാപകർക്ക് സാധിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ എൻ്റെ സഖാവ് വാഴക്കുന്നൻ, മലയാളം അധ്യാപകൻ കൂടിയായ താങ്കളുടെ കാണപ്പെട്ട ആത്മീയ പിതാവിനെ പരസ്യമായി ഡാഷ് എന്ന് വിളിച്ചതിൻ്റെ പേരിൽ സഭയിൽ നിന്ന് ശുശ്രൂഷകളിൽ മുടക്കപ്പെട്ട വ്യക്തിയായിരിക്കെ മറ്റുള്ള വൈദികർക്ക് കൂടി നാണക്കേട് ഉണ്ടാവും വിധം സർക്കാരിൻ്റെ പരിപാടിയിൽ താങ്കളുടെ രാഷ്ട്രീയ സ്വാധീനം വച്ച് പോയിരുന്ന് കേരളത്തിലെ നവോത്ഥാന നായകരെ മുഴുവൻ വരുന്ന തലമുറയുടെ മുന്നിൽ കളിയാക്കല്ലേ. താങ്കൾക്ക് സഖാവെന്ന സംബോധനയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ എന്താണ് സഖാവെന്ന വാക്കിൻ്റെ അർത്ഥം? അതറിഞ്ഞു തന്നെ ആവുമല്ലോ അത് അങ്ങ് പറഞ്ഞതും. പക്ഷേ താങ്കളുടെ പ്രവൃത്തിയിലും വാക്കിലും ഒന്നും ആ വാക്കിൻ്റെ അർത്ഥം പോലെയൊരു ശുദ്ധി ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് ഈ വൈദിക വേഷമണിഞ്ഞ് ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? അങ്ങ് ചെയ്ത പ്രവൃത്തിയിൽ അങ്ങ് തന്നെ ഇന്നും പലയിടത്തും ന്യായീകരണം നടത്തുന്നുണ്ട്. പലയിടത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുക. എന്താണ് അങ്ങ് കരുതുന്നത്? അങ്ങയെ രക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞ ആളുകൾ വിചാരിച്ചാൽ അങ്ങേക്ക് അതിൽ നിന്നും രക്ഷപ്പെടാനാവുമോ? അങ്ങനെ താങ്കളെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ അത് അവർക്കുള്ള അവസാന ആണിയായിരിക്കും. പിന്നെ ഒരു മെത്രാപ്പോലിത്തെ എന്തിൻ്റെ പേരിലായാലും ഡാഷ് എന്ന് സംബോധന ചെയ്ത താങ്കൾ വെറും വാഴക്കുന്നൻ എന്ന പേരിൽ വിളിക്കപ്പെടാൻ മാത്രം യോഗ്യതയുള്ള ആൾ മാത്രമാണ്. ഇങ്ങനെ വാഴക്കുന്നനെ പോലെയുള്ള മരവാഴകളെ വിളിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന നായകരെ കൂടി വരുന്ന തലമുറയ്ക്ക് മുൻപിൽ അവഹേളിക്കരുതേ സർക്കാരെ എന്നേ പറയാനുള്ളൂ.